അതേസമയം ദക്ഷിണ ലബനാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ മരണം 16ആയി. ഹിസ്ബുള്ള നടത്തിയ പ്രത്യാക്രമണത്തിൽ വടക്കൻ ഇസ്രായേലിൽ ഒരാൾ മരിച്ചു. ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിൽ മരണം 33,000-നോട് അടുത്തു. 74,000-ന് മുകളിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അൽ-ഷിഫ ആശുപത്രി പരിസരത്ത് തുടരുന്ന ഇസ്രായേൽ സൈനികർക്കു നേരെ അൽ-ഖസാം, അൽ-ഖുദ്സ് ബ്രിഗേഡ് സംയുക്തമായി ആക്രമണം നടത്തി. അതിനിടെ മസ്ജിദുൽ അക്സ മോചിപ്പിക്കാൻ ലോക മുസ്ലിങ്ങൾ ഒന്നിക്കണമെന്ന ആഹ്വാനവുമായി ഹമാസ് സൈനിക വിഭാഗം തലവൻ മുഹമ്മദ് ദീഫിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. അതേസമയം ഗസയിൽ വെടിനിർത്തലിനും ബന്ദിമോചനത്തിനും ആഹ്വാനം ചെയ്തുള്ള UN രക്ഷാസമിതി പാസാക്കിയ പ്രമേയത്തെ ഹമാസ് സ്വാഗതം ചെയ്തിരുന്നു. പ്രമേയത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അത് പാലിക്കുന്നതിൽ ഇസ്രായേലും ഉത്തരവാദിത്തം കാണിക്കണമെന്നുമായിരുന്നു ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും മുതിർന്ന നേതാവുമായ ബാസിം നയീം പറഞ്ഞത്.